ആദരണീയരായ സാദാത്തുക്കളെ, ഉലമാക്കളെ, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ കർമ്മധീരരായ പ്രവർത്തകന്മാരെ, ശൈഖുൽ മശായിഖ് അശ്ശൈഖുൽ അഅ്ലം മുഹമ്മദ് അബൂബക്കർ നവറല്ലാഹു മർഖദഹു വശക്കറല്ലാഹു സഅയഹു വറഹ്മത്തുള്ളാഹി അലൈഹി സ്തുതികീർത്തനങ്ങൾ വിവരിക്കുന്ന മജ്ലിസിലാണ് നാം ഓരോരുത്തരും ഉള്ളത്. 1974 ബഹുമാനപ്പെട്ട ശൈഖുന അവർകളെ കാണാൻ വിനീതൻ പോയി. ഇടയങ്ങര ശൈഖിൻ്റെ പള്ളി പ്രവേശനം കിട്ടുന്നില്ല. മറുഭാഗത്തെ പോയി ജലനിൻ്റെ ഭാഗത്ത് നിന്നപ്പോൾ ബഹുമാനപ്പെട്ട ശൈഖുന ചൂണ്ടി വിളിച്ചു, എവിടെയാണ് നാട്? കുഞ്ഞിമോൻ എവിടെ? പരിചയപ്പെട്ടപ്പോൾ തളിപ്പറമ്പിലാണ് എന്ന് പറഞ്ഞു. ഉടനെ ഖാദിമിനെ വിളിച്ചു, ഈ കുട്ടിയെ അകത്തേക്ക് കയറ്റൂ എന്ന് പറഞ്ഞ് ശൈഖുനാൻ്റെ താരത്തിരുത്തി കുറേ അധികം സംസാരിച്ചു, തലോടി, മന്ദിരിച്ചു, ദുആ ചെയ്തു തന്നു, ഉപദേശ നിർദ്ദേശങ്ങൾ തന്നു. ഇതെന്തുകൊണ്ടാണ് ഉണ്ടായത്? ബഹുമാനപ്പെട്ട മർഹൂം ശംസുൽ ഉലമാ ഉസ്താദ് നവറല്ലാഹു മർഖദഹു വറഹ്മത്തുള്ളാഹി അലൈഹി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തളിപ്പറമ്പിൽ അതിവിശാലവും പ്രൗഢവും സംഭവ ബഹുലവുമായ ദർസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ വിദ്യാർത്ഥികൾ ആരെല്ലാമായിരുന്നു? ബഹുമാനപ്പെട്ട ശൈഖുനൽ മർഹൂം താജുൽ ഉലമ, ബഹുമാനപ്പെട്ട CM അബൂബക്കർ മുസ്ലിയാർ നവറല്ലാഹു മർഖദഹു, എൻ്റെ പിതാവ് മമ്മൂ മുസ്ലിയാർ നവറല്ലാഹു മർഖദഹു, പലരും ഉണ്ടായിരുന്നു. കൂടെ ശരീക്കായും കൊണ്ടാണ് എൻ്റെ പിതാവ് ബഹുമാനപ്പെട്ട ശൈഖുനയുമായി ഒരുമിച്ച് കൂടുന്നത്. പരസ്പരം വായിച്ചോതി കൊടുക്കലും ഇഷ്കാലുണ്ടാക്കലും കുശലം പറയലും എല്ലാം എൻ്റെ പിതാവുമായിട്ട് ബന്ധമായിരുന്നു. അതുകൊണ്ടാണ് എന്നെ ഉസ്താദ് ശൈഖുനാൻ്റെ ഹദ്റത്തിലേക്ക് കൊണ്ടുപോയത്. തളിപ്പറമ്പിലുണ്ടായിരുന്ന സമയത്ത് ബഹുമാനപ്പെട്ട ശൈഖുനാക്ക് ഭക്ഷണം എൻ്റെ വീട്ടിൻ്റെ തൊട്ടിപ്പുറത്തായിരുന്നു. അപ്പം ഭക്ഷണം കഴിക്കാൻ പോക്കും, വിശ്രമവും, തിരിച്ചു വരത്തും എല്ലാം എൻ്റെ വന്യപിതാവിൻ്റെ കൂടെ ആയിരുന്നു. ബഹുമാനപ്പെട്ട പിതാവ് പറയുന്നു, ഒരു കറാഹത്ത് പോലും ഞങ്ങളുടെ കൂട്ട് ജീവിതത്തിൽ കാണിക്കാൻ സാധ്യമായിരുന്നില്ല. അത്ര പരിശുദ്ധമായ ജീവിതമാണ് ബഹുമാനപ്പെട്ട ശൈഖുന കാണിച്ചു തന്നത്. നേരം വെളുത്ത് കഴിഞ്ഞാൽ പിന്നെ സംസാരമോ തമാശയോ ഒന്നും തന്നെ ഇല്ല. സബക്കങ്ങ് തീരണം. ക്ലാസിൻ്റെ സമയത്തോടടുത്ത് കഴിഞ്ഞാൽ എല്ലാം ബ്ലോക്കാക്കി അടുത്ത ക്ലാസ്സിലേക്കുള്ള മുന്നൊരുക്കമായിരുന്നു. രാവിലെയും ഉച്ചക്കും വളരെ അച്ചടക്കം, സുന്നത്തുകൾ മുറുകെ പിടിച്ചു, ദിക്റുകൾ പതിവാക്കി, ചിരിയിലോ കളിയിലോ തമാശയിലോ ഒന്നും ഏർപ്പെടാതെ ബഹുമാനപ്പെട്ടവർ നീങ്ങി. എത്രത്തോളം? എൻ്റെ വീട്ടിൻ്റെ തൊട്ടിപ്പുറത്താണ് ബഹുമാനപ്പെട്ട ശൈഖുനാക്ക് ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ പുറമേ അനാചാരങ്ങളോ ശബ്ദങ്ങളോ കൂക്കുവിളികളോ ഒന്നും ഉണ്ടാകാൻ പാടില്ല. എല്ലാം ക്ലിയറാക്കിക്കൊണ്ടാണ് ബഹുമാനപ്പെട്ടവർക്ക് അവിടെ ഭക്ഷണം കൊടുത്തിരുന്നത്. ഉസ്താദ് പോയി കഴിഞ്ഞാലല്ലാതെ അവിടെ ശബ്ദത്തിൻ്റെ അടയാളം കാണൂല. അത്ര വിനീതനായി
സ്വഭാവശുദ്ധിയോടുകൂടി പരിശുദ്ധിയോടുകൂടി ജീവിച്ച മഹാൻ. അങ്ങനെ ഇടയങ്ങരയിൽ നിന്ന് കണ്ടത് മുതൽക്ക് ഓരോ സമയത്തും ബഹുമാനപ്പെട്ടവർ എവിടെയെല്ലാം പോകുന്നുവോ അവിടത്തേക്കെല്ലാം പോയി കണ്ട് സംസാരിച്ച് തളിപ്പറമ്പിൻ്റെ കാര്യം പറഞ്ഞു, സ്വന്തം ജീവിതം പറഞ്ഞു, ആശീർവദിച്ചു തന്നു, കറാമത്തുകൾ വെളിവാക്കി. പല രോഗങ്ങളെപ്പറ്റിയും പരാതി പറഞ്ഞിരുന്നു. ആ രോഗം വേണ്ട, ഓപ്പറേഷൻ വേണ്ട എന്ന് പറയലോടുകൂടി ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി. വളരെ ആധികാരികമായ ജീവിതം, ദീനിയായ ചിട്ട. ഞാൻ മാണിയൂരിൽ ദർസ് നടത്തുന്ന സമയത്ത് ചില നേതാക്കന്മാരെയും കൂട്ടി ബഹുമാനപ്പെട്ടവരുടെ ഹദ്റത്തിലേക്ക് പോയി. പലതും ചോദിച്ചു, എന്താണ് ജോലി, എന്താണ് നിങ്ങളുടെ മഈശത്ത്? അത് പറഞ്ഞു, കച്ചവടമാണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണ്. ആ സമയത്ത് കച്ചവട സംബന്ധമായ പല മസാലകളും അവരിൽ നിന്ന് പാളിപ്പോകുന്നതായി ബഹുമാനപ്പെട്ട ശൈഖ് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. ഉസ്താദ് അവറുകൾ പറഞ്ഞു, ഇന്നത് പറ്റില്ല, ഇന്നത് പറ്റില്ല, ഇന്ന കച്ചവടം ജായിസല്ല, ഇന്നത് ബാത്തിൽ എന്ന് പറഞ്ഞു കൊടുക്കണം എന്ന് എന്നോട് ഉപദേശിച്ചു. അവിടെ മുതൽക്കുള്ള ബന്ധമാണ്. പിന്നെ വഫാത്ത് മുതൽക്ക് 36 കൊല്ലങ്ങളായിട്ട് എല്ലാ മാസത്തിലും അനവധി പ്രാവശ്യം മടവൂരിലെത്തി സിയാറത്ത് ചെയ്താൽ അത്ഭുതകരമായ ഒരു അനുഭവം. ആരെ പറഞ്ഞാച്ചാലും ബഹുമാനപ്പെട്ട CM വലിയുല്ലാഹി ഒരു ഹദ്റത്തിലേക്ക് അയക്കുന്നു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അപ്പീൽ കൊടുത്താൽ അന്നേരം ദുആക്ക് ഇജാബത്ത് കിട്ടുന്നു. ശൈഖുനാൻ്റെ ഹദ്റത്തിലേക്കാണ് പറഞ്ഞയച്ചത്. ശൈഖുനായുടെ വിനീതനാണ് ഇവിടത്തേക്ക് ചൊല്ലിവിട്ടത് എന്ന് പറഞ്ഞാൽ പോലും കറാമത്തുകൾ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എല്ലാവരും ശൈഖുനാനെ ഓർക്കുക, ശൈഖുനായുടെ സിയാറത്ത് പരിപൂർണമായി നടത്തുക. കുറഞ്ഞ സിയാറത്ത് കൊണ്ട് മതിയാക്കാതെ കുറേ സമയം അവിടെ നിന്നുകൊണ്ട് മുനാജാത്ത് ചെയ്ത് പരിശുദ്ധി നേടുക, മുറാദുകൾ സഫലമാക്കുക. സുന്നത്ത് ജമാഅത്തിൻ്റെ ധീരവീര മുന്നണി പോരാളികളായി പരിശ്രമിക്കുക. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ.